ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാൽ എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര
യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ
ഈ ജീവിതം ഒരു തീർത്ഥാടനം. മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപ്പോള പോലെ ഈ ജന്മമല്ലോ. നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം. മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപ്പോള പോലെ ഈ ജന്മമല്ലോ. നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം. മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപ്പോള പോലെ ഈ ജന്മമല്ലോ. നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം. മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപ്പോള പോലെ ഈ ജന്മമല്ലോ. നാം വെറും കൈയോടെ യാത്രയാകും.
ജ്ഞാനസ്നാനം ചെയ്തവയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥ ജലത്തിലൂടെ കാരണവാനായ ദൈവത്തിന്റെ എല്ലാ പാപകരങ്ങൾ കഴുകിവിടുവാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. സഹോദരി ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശന മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്ക് നിന്റെ യാത്രയിൽ ക്രിസ്തു ദീപമാണ്. എന്റെ പാദങ്ങൾ വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ. ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ് സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ വിശുദ്ധ സമ്മതത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കേഴുന്നവർക്ക് ആശ്വാസം നൽകുന്ന അനന്തമായ സ്നേഹമായി പൂർണ്ണങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിലൂടെ ജീവന്റെ പ്രിയയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഞങ്ങളുടെ മരണം സംഭരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ ഈ സഹോദരിയോടൊന്ന് ചേരുന്നതിന് അർഹരാകട്ടെ വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരി ജ്ഞാനസ്നാനത്തിന് അണിയിച്ചുള്ള വസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമാണി എന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹേറിയ പദവി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം. സഹോദരി ജ്ഞാനസ്നാനത്തിനുള്ള ഈ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർത്തിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം.
പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും പഠിച്ചതിന്റെയും പ്രതീകമായ പുഷ്പങ്ങൾ അദ്ദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഹമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഈ മകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മ കന്യാമണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം. സർവമനുഷ്യർക്കു വന്ന സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു പാരം. ചിന്തവെന്തോ കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ
ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനേ, നിർമ്മലനേ, നന്മയെങ്ങും നിറഞ്ഞോനേ, ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര. പണ്ടു മുന്നോർ കടം കൊണ്ടു പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അതിദാരുണമായ ഒരു വിടവാങ്ങുന്ന നാം സാക്ഷി നൽകുകയാണ്. നമ്മളോടൊപ്പം ആയിരുന്ന ഒരു സഹായം ഈ ലോകത്തിൽ ജീവിച്ച് നീരും നെൽസനിയുമായുള്ള ഇന്ന് യാത്രയാവുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചില കുടുംബ പ്രശ്നങ്ങളുമായി കാണാൻ മകളെ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഈ നിരാരമായ സംഭവം കേട്ട് ഭയങ്കരമാണ് വാർത്ത കേൾക്കുന്നത്. ചില മരണങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ചില നോമ്പലുകളാണ്. ഒത്തിരി യുവതിമാർ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്നുണ്ട്. ജീവിതം അത്ര സുഖകരമല്ലെന്ന് നാം ആദ്യം ഓർക്കണം. അത്ര ലാഘവത്തോടുകൂടി ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ തരണം ചെയ്യുന്നതായുണ്ട്. ഇത് ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിലെ രക്തസാക്ഷിതമാണ് ഒരു മരണം. ഇങ്ങനെ നീങ്ങാകരുത് എന്ന തിരിച്ചറിവ് കൂടി നാം എടുക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, ക്ലേശങ്ങളുണ്ടാകും. മനുഷ്യ മനസ്സ് ദുർബലമാണ്. പ്രയാസങ്ങളിൽ ഒപ്പം നീങ്ങുന്നവരാണ് മനുഷ്യര്. അല്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളായിട്ട് തരക്കാരും ക്ലേശങ്ങളോടൊപ്പം നീങ്ങണം. ഒപ്പമായിരിക്കുമ്പോൾ ഒരു ശക്തിയാണ്. മനുഷ്യന്റെ മനസ്സ് ദുർബലമാകുമ്പോൾ കൂട്ടുകൂടുക, സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നതാണ്. അവിടെ ഒരു മനുഷ്യ ആയുസ് വേഗം കൊല്ലുകയാണ്. ഒരു കുടുംബത്തിന് കുടുംബത്തിൽ നാം പാർട്ടിച്ചിരിക്കുകയാണ്. യാഥാർത്ഥ്യമായിക്കൊള്ളട്ടെ, അതല്ല നാം ചിന്തിക്കേണ്ടത്. ഒരു ജീവൻ നഷ്ടപ്പെടുകയുള്ളത് അത് വലിയ വില തന്നെയാണ്. സംഗീതകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ആയുസ് വളരെ തുച്ഛമാണ്. പകല് ബുദ്ധിശരീരത്തിൽ പുൽനാം പോലെ അത് ശോഭിക്കും, സായനത്തിൽ പാടിപ്പോകും. ഈ ബുദ്ധിശരീരത്തിൽ പാടുന്നതിന് ഇടയിലുള്ള ഒരു ജീവിത സാഹസികത, അതാണ് നമ്മുടെ ജീവിതം. സന്തോഷപ്രദമായി ആ ജീവിതത്തെ നോക്കി കാണുക. ഒരു പകല് നമ്മെ വീട്ടിൽ യാത്ര പോകുക. ഇടവേളയിലുള്ള വിശ്വാസം കുടുംബത്തിന് പ്രത്യേകം നൽകുന്നു.
ചില വർണ്ണങ്ങൾ നൊമ്പരമാണ്, നിശബ്ദമായി അതിനെ നോക്കിക്കാണുക മാത്രമാണ് ഭൂമി. ഉത്തരവില്ല. സ്നേഹവാദരെ പ്രത്യേകിച്ച് ഇത് അനേകം ജീവിതത്തിലെ പ്രയാസങ്ങള് നിങ്ങൾ തരണം ചെയ്യണം. ജീവിതത്തിലെ ക്ലേശങ്ങള് നിങ്ങൾ വീട്ടുകാരോട് വാക്കുവെച്ച് അതിനെ കരകയറ്റണം. ജീവിതം തോൽച്ചോടാനുള്ളതാണ്. ജീവിതം ശക്തിയായിട്ട് മുറിപിടിക്കേണ്ടതാണ്. അതിന് എടുത്തുകൊണ്ടുപോയി ഈ കാണുന്നതിന് നിങ്ങളുടെ മുമ്പിൽ ചോദിച്ചു വായിക്കണം. സഹനത്തോടെ നാം പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തിന്റെ മേഖലയില് അവർക്ക് ആശ്വാസം ചെയ്യുന്നത് വീടുകളിലായ ഇങ്ങനെയുള്ള പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് കഷ്ടപ്പെട്ട് കുറിച്ച് ഒരു കുഞ്ഞിനെ ജന്മം നൽകി വളർത്തുന്ന നിസ്സാരേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ മക്കള് മാതാപിതാക്കൾക്ക് കണ്ണീരാകരുത്. മക്കള് കുടുംബത്തിന് ഒരിക്കലും ഒരു തീരാനഷ്ടമാകരുത്. കർത്താവിന്റെ സഹനത്തിന്റെ വലിയാണ്, ഒരിക്കലും സന്തോഷത്തിന്റെ വലിയല്ല. കീഴിൽ കർത്താവിന്റെ കഥ ഇനി വലിയ ബന്ധത്തിലുള്ള മുറിക്കപ്പെട്ടത് ജീവൻ നൽകാനായിട്ടാണ്. ആഘോഷങ്ങളാണ് അതിനാൽ ഈ ജീവിതത്തിനെ അതിജീവിച്ച് സത്യത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രാർത്ഥന. ഈ കുടുംബത്തോടൊപ്പം ഈ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഇയാളുടെ ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവയുടെ അനുഗ്രഹത്തിന്റെ സഹോദര ഈ കുടുംബത്തിന്റെ ഈ ആത്മാവിനെ വർഷിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളോട് പശ്ചാത്തലിച്ച് ജീവിതത്തിനായിട്ട് നമുക്ക് പ്രിയ സഹോദരികളെ ഈ പൂർവ്വമാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രാമങ്ങളോട് അനുസരിച്ച് സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം നമ്മുടെ പ്രാമങ്ങളോട് ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വിശ്വാസം ആയപ്പോൾ ഉദ്ധാരണ പ്രതീക്ഷയും പ്രത്യാശയും കിട്ടിയിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായി എന്നതും ദൈവമായി ജീവിച്ചു വാഴുന്ന ഏകതാവുമായ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞിരിക്കുകയും മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊപ്പം വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ പിഴയിൽ നിന്ന് കണ്ണീർ തുടച്ചു നിൽക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മറുപടിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന്
ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കുന്നു. വിജയം വരിക്കുന്നവർ ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. മരണത്തിന്റെ നിഴലിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിലുള്ള താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും രണ്ടും എനിക്ക് ഉറപ്പിക്കുന്നു. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് ഇവിടെ, എനിക്കൊന്നും ഉണ്ടാവുകയില്ല. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. എന്റെ സഹോദരൻ നൽകിയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് ദൈവം തരുന്നത് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്താവ് അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശുവിനോട് ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. കർത്താവേ, ഞാൻ കാണിക്കുന്ന
ഇതൊന്നും ജീവിച്ചു വാഴുന്നതിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കേട്ടതുതന്നെ. കർത്താവ് നിങ്ങളോടുകൂടെ യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളെല്ലാവരും രക്ഷാതിരിക്കുവാൻ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി കൃത്യമായി ജീവിക്കുവാൻ ഒരാളെ തലയിക്കുവാൻ മനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയദൂതങ്ങളോടും ചേർന്ന് അങ്ങേ മാത്രം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആരംഭിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമഗ്നി മഹിമകളാൽ നിറഞ്ഞു മഹിയും നിന്ദരവും. ഹോസാന 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 കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേ ധന്യനുമാം. ഹോസാന 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 ഹോസാന. സർവവിശുദ്ധിയുടെയും പ്രകടമായ സത്യമായും പരിശുദ്ധനാകുക. ആകയാൽ ഈ ആണികൾ വസ്ത്രമാക്കിയവനെ കഥാമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് കുറിച്ച് കൊടുക്കപ്പെട്ട സമരസായ പീഡകൾ സഹിച്ചപ്പോൾ അപ്പോഴെടുത്ത് ഹൃദയത്തെ പ്രകാശിപ്പിച്ച് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാണ്. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. ഉദ്ധാനം ഞങ്ങളെ അവിടുത്തെ ഓർക്കുന്നത് അങ്ങേ നിൽക്കുന്നതിനും അങ്ങേ തന്നിരിക്കുന്നതിനും ജീവന്റെ അപ്പവും രക്ഷിതമാനവും ഞങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താങ്കളോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകത്തിൽ വ്യാപിച്ചിരുന്ന അങ്ങേ സഭയോടെ ഞാൻ യോഗ്യയോടും എന്റെ പ്രാർത്ഥനായ പ്രവർത്തനക്കാരോടും വൈദികരോടുള്ള സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയെ ഈ ലോകത്തിലെ അങ്ങേയുടെ സദൃശ്യമായി പ്രവർത്തനമാക്കിയതിനെ ഉണ്ടാക്കിയണമേ. ഉയർന്ന പ്രത്യാശയോടെ സഹോദരങ്ങളെ അങ്ങേ കാരണത്തിൽ സകലരെയും
അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണം ഞങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയും മാതാവായ പരിശുദ്ധയോട് അങ്ങനെ ഭദ്രമായ ഭാഗ്യയുടെ അവസരങ്ങളോട് അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങൾ അങ്ങേക്ക് സാധിച്ച് സകലവിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ പ്രാർത്ഥിക്കുകയും അങ്ങേക്കനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനാകണമേ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള എല്ലാ ബഹുമതിയും മഹത്വവും എന്നും അനുസരിച്ച് വിശ്വാസം പ്രാർത്ഥിക്കാം. സമാധാനത്തെ ഐക്യതപൂർണ്ണമായ പ്രത്യാശയും പ്രതീക്ഷിക്കുന്നത് അങ്ങേക്ക് സഹായതാശിക്ക് പ്രാർത്ഥിച്ച് കൂടി മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം അങ്ങേ അപ്പോസ്തലന്മാരുടെ അതിശയകരമായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിന്റെ അങ്ങേ തിരുവുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. ഇത് ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തോടുകൂടെ കൊടുക്കാനില്ലേ സമാധാനം ആശംസിക്കുക. You
പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും മധ്യത്തിലേക്ക് ഈ മനോഗ്രഹത്തിലായിരിക്കുന്നു. കർത്താവായ യേശു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സംസ്കരിക്കുന്നവർക്ക് സർവ്വജീവനാഥന്റെ പിതാവായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരിയുടെ വിശുദ്ധമായ ശരീരം സർവശക്തനായ ദൈവം മനുഷ്യർക്ക് വേണ്ടി ലഭിച്ച് വിശുദ്ധ സമൂഹത്തിൽ ചേർന്നവരുടെ അവിടെ ഞാൻ വിളിക്കുമ്പോൾ ചേർന്ന കാണിച്ച പാപങ്ങളെ കൊടുത്തി ശിക്ഷിക്കുന്ന മോചനത്തിലൂടെ നല്ലതായ വിശ്വാസത്തിലേക്ക് പ്രവർത്തിലേക്ക് നയിച്ച് സ്നേഹിതയായ പിതാവായി ജനിച്ചിരിക്കട്ടെ. അങ്ങനെ സ്വന്തരാജ്യത്തിൽ വിശ്വനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധ നിത്യാന്തം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ.
ഈ ലോകത്ത് ജീവിക്കുന്ന കാലങ്ങൾ വിശ്വാസ പരസ്പരം ആശ്വാസം ഞങ്ങൾ ഒരിക്കൽ സത്യത്തിൽ ചേർന്ന് വീട്ടിൽ ഈ സഹോദരിയും കാണുവാനും ക്രിസ്തുവിന്റെ ജ്ഞാനം അനുഭവിക്കുവാനും അനുഗ്രഹിക്കുകയെ കർത്താവായ യേശുവിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളുന്നേ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. സ്വർഗ സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ.
നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പൗത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങളിലടക്കം ചെയ്യുന്ന ഈ കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ ഈ ദാസിയെ മഹത്വത്തോട് ഉയർപ്പിക്കുന്നത് വരെ ഇവരുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യദേശത്തിൽ പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ചു വാഴ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. എൻ്റെ ഈ സഹോദരി സർവശക്തനായ ദൈവം ഈ ജീവിതത്തിന്റെ പക്കലേക്ക് വിളിക്കാൻ തിരുമനസ്സായി. മണ്ണിലെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് കൃഷ്ണനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു എളിയവരായ നമ്മുടെയും ശരീരങ്ങളെ അവിടെ ഉയർപ്പിക്കുമെന്നും തന്റെ തേജവുമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ തൃക്കരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് ഏൽപ്പിക്കാം. ഇവർക്ക് അവിടെ ശാന്തി നൽകുകയും അവസാന ദിവസം ഇവരുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഉത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരൊരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാസന്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ച് കർത്താവേ, ദുഃഖാർത്ഥന ഞങ്ങളുടെ കണ്ണീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, സഹോദരിക്ക് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവേ, സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴിയുകയും വിശുദ്ധരം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്യുന്ന ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുശരീരം തിരക്തം നൽകി പരിപോഷിപ്പിച്ചവരെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരി വേർപാടിൽ ദുഃഖിതരാശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഗീദാസ് ചെയ്തു പോയ എല്ലാ തെറ്റുകളും സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചവരെ കാരുണ്യവാനായ മാലാഹമാരുടെ സമൂഹത്തിൽ ചേർത്തുള്ളണമേ. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. യഹോവേ, യഹോവേ, എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ. ശത്രുവിനെതിരായ കോട്ടയും നീ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ. ശത്രുവിനെതിരായ കോട്ടയും നീ.
സംരക്ഷയേകുന്ന പാറയും നീ, ആശ്വാസമരുളുന്ന പൂന്തന്നലും. യഹോവേ യഹോവേ, എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ, സുരക്ഷിതമായി തവ സന്നിധിയിൽ. വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ, സുരക്ഷിതമായി തവ സന്നിധിയിൽ. കാരുണ്യ സമ്പൂർണനങ്ങു മാത്രം, പ്രത്യാശയരുളുന്ന പൊന്തീപമേ. യഹോവേ യഹോവേ, എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമെന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം, കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം, കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. രക്ഷകൻ തൻ ഇമ്പമേറും മൊഴി കേൾക്കാനായി ചെന്നു നിൽക്കും തൻ്റെ ദിവ്യ സന്നിധാനത്തിൽ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്,
അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. ശോകമോകഭാവമെല്ലാം വെടിഞ്ഞു നിങ്ങൾ മോദമോടെ ദൈവചിത്തം നിർവഹിക്കുവിൻ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. അന്ത്യനാളിൽ ആലപിക്കാം ഹല്ലേലൂയ. സിദ്ധരൊന്നായി ആലപിക്കാം ഹല്ലേലൂയ. എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എന്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ. ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അകലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹതാരമേ, തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ, താന്തമീണമുണ്ടോ, താന്തമീണമുണ്ടോ?